എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് ബലിപെരുന്നാളിൻ്റെ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പെരുന്നാൾ നമുക്ക് ഇവിടെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണികളൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മളൊക്കെ അങ്ങോട്ട് പോകും വേണം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മക്കളെയും വിളിച്ച് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സൊക്കെ മാറി അതേമാതിരി ചായയും കടിയൊക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് അവരെ പള്ളിയിലൊക്കെ പറഞ്ഞയച്ച ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബെഡും അതേമാതിരി നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് അതേമാതിരി പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ അലക്കാനുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് പെറുക്കി നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അവിടെ കടന്നിട്ട് എന്താ പറയുക അലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കി പിന്നെ അടിച്ചു വാരലും അതേപോലെ ബാക്കിയുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കി ജനലുകളൊക്കെ ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട്, കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അടച്ചിടും വേണം, കാരണം കുരങ്ങുകൾ വരുന്നതാണ് കേട്ടോ. അതേപോലെ പൂച്ചകളും ഒക്കെ കയറി നാശമാക്കും നമ്മുടെ ഉള്ളിലൊക്കെ കയറിയിട്ട് കേട്ടോ. കുരങ്ങുകൾ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ അവരും നമ്മുടെ സാധനങ്ങളൊക്കെ നാശമാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജനലും വാതിലൊക്കെ നന്നായിട്ട് അടച്ചിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോകുക കേട്ടോ. പിന്നെ ഞാനിതാ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി അതേമാതിരി ഉള്ളതൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് തട്ടിക്കൊട്ടി ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ കേട്ടോ. പിന്നെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ പെരുന്നാൾ നമ്മൾ ഇപ്രാവശ്യം കഴിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ആരും വരാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. കാരണം അവിടെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടാണ് വരിക. അപ്പോൾ നമുക്കാരും വരുന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. എന്നാലും നമ്മൾ ചായയും കടിയും നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ കോഴികൾക്കും ഒക്കെ ഭക്ഷണമൊക്കെ ഒന്ന് കൊടുത്ത് അവരൊന്ന് തുറന്നൊക്കെ വിട്ട് അവരെ ഒന്ന് ഫ്രീ ആക്കി വിടുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഞാൻ അവർക്കുള്ള ഫുഡും കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അവരിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഈ കോഴികളോടും അതേമാതിരി താറാവിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരിങ്ങനെ വളർത്തിയുണ്ടാക്കുന്നത്. ഇതാ ഈ ഒരു മഞ്ഞക്കോഴികളുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ വിരിച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു കുട്ടിയാണ് കേട്ടോ അത്. ഇത് നമ്മൾ വാങ്ങിയൊരു പൂവനാണ്. ഇതിൻ്റെ ഒപ്പന മുന്നേ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പൂവനെയും കൂടെ. അത് നമുക്ക് എന്താണെന്നാവോ അതിന് ചത്തുപോയി കേട്ടോ. അതേമാതിരി ഈ ഒരു കോഴിനെ ഞാനിവിടെ മുട്ട അട വെച്ച് വിരിയിച്ചു. അപ്പോൾ അതാ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നേരത്ത് കൊടുക്കാൻ വേണ്ടി അവരെ തുറന്ന് വിട്ടതും അപ്പുറത്ത് നമ്മൾ അടുത്ത അയൽവാസി അവിടുന്ന് താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് പായസം കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വാങ്ങി വെച്ച് പിന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇവർക്ക് ഞാനിത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കാനിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കതാ ഈ താറാവ് നമ്മൾ ഇപ്പം നാരൊന്ന് വാങ്ങിയതാണ്. അതെന്താണെന്ന് വെച്ചാൽ അജുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അജു എന്ന് പറയുന്നത് എൻ്റെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതേമാതിരി കോഴിയും ആട് താറാവ് മീൻ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് ഇപ്രാവശ്യം നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ദർസിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കും ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ മുന്നേ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ മുയലിനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമ്മളിങ്ങോട്ട് വീട് മാറിയതിന് ശേഷമാണ് നമ്മളതിനെ ഒഴിവാക്കിയത്. നമ്മുടെ സ്ഥലവും സൗകര്യമൊക്കെ പരിമിതമായതുകൊണ്ട് തന്നെ നമ്മളതിനെ ഒഴിവാക്കി കോഴികളാക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ്റെ ഒരു ഇഷ്ടപ്രകാരം തന്നെ ഞാൻ താറാവിനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒറ്റൊരു താറാവിനെ നമ്മൾ തറവാട്ടിൻ്റെ അവിടെ നിന്ന് അവർ ഇങ്ങനെ ചോദിച്ച സമയത്ത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടി പിടിച്ചിട്ടാണ് ഇവിടെ ഒന്നേ ഉള്ളൂ, അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒന്നിനെ വാങ്ങിയതാണ് കേട്ടോ. ഇതിന് 300 രൂപയായിരുന്നു. അങ്ങനെ അതിനെ വാങ്ങി നമ്മളതിനെ കൊടുന്ന് അങ്ങനെ വിട്ടതാണ്. പിന്നെ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം ഞാനിത് അടിച്ചൊക്കെ ഒന്ന് വാരി ഉൾഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോ. പിന്നെ മുറ്റം അതിന് ഒപ്പം തന്നെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം മുറ്റം അടിച്ചു വാരിയിട്ടാണ് ഞാൻ അത് അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നഖമൊക്കെ ഒന്ന് അടിച്ചു വാരി വന്ന് വേഗം തുടച്ചിടുകയാണ്, കാരണം അവർ പള്ളി പിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയൊക്കെ ഉണങ്ങി കിട്ടണം, അല്ലെങ്കിൽ അവരാകെ ചവിട്ടി ചളിയാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വേഗം ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് പള്ളിയൊക്കെ കഴിഞ്ഞ് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്ത് സോഫയിൽ ഇരുത്തിയിട്ടുണ്ട്, ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവർ മയ്യത്തങ്കരയിലൊന്നും ഇപ്രാവശ്യം പോയിട്ടില്ല. അപ്പോൾ അവർ എല്ലാ പ്രാവശ്യവും പോകുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മയ്യത്തങ്കരയിലൊക്കെ പോയിട്ട് വന്നാൽ മതിയെന്ന്. അപ്പോൾ അവർ വിചാരിച്ചത്ര ഞാൻ അവരിട്ടിട്ട് പോയാലോ എന്ന് വെച്ചിട്ട് അവർ വേഗം വന്നു. അങ്ങനെ നമുക്കിന്ന് ഉദയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് പെരുന്നാളെന്ന് പറയാൻ വലിയൊരു സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പെരുന്നാളാണ് കേട്ടോ പ്രാവശ്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, കുടുംബത്തിൽ ഉമ്മച്ചീൻ്റെ ഉപ്പ ബസ്സിൽ നിന്ന് വീണിട്ട് ചെറിയൊരു ആക്സിഡൻ്റ് ആയതിന് ശേഷം ഹോസ്പിറ്റലിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്രാവശ്യം പെരുന്നാളിന്